ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. വളരെ സാഹസികമായിട്ട് റോഡ് വഴി നടന്നു വരുന്നു. ഒരു ഓഫ് റോഡിങ് ആണ്. ഓഫ് റോഡ് വഴി നടന്നു വരുന്നു. ഭയങ്കര പാട് നടന്ന് വരാനല്ലേ. ഓക്കെ, കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ചൂട് കൊണ്ട് അവൻ്റെ അകത്തിരിക്കുന്ന പോലെ. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പവിലയിൽ ഒരു ചെറിയ ഷൂട്ട് നടത്തുവാണ്, ഒരു ഫോട്ടോ ഷൂട്ട്. അപ്പം ആ ഫോട്ടോ എടുക്കുന്നത് ഞാനാണ് ക്യാമറമാൻ. ഇന്ന് ഞാൻ ഫോട്ടോ എടുക്കുന്നു, ഐശ്വര്യ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു. ഐറനാണ് എൻ്റെ മോഡൽ. അപ്പോൾ ഐറനെ കൊണ്ടൊരു എക്സ്പെരിമെൻ്റൽ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന് വരുമോയെന്നറിയില്ല, പക്ഷെ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ അങ്ങനെ ഭയങ്കര ഫോട്ടോ എടുക്കുന്ന ഒരാളൊന്നുമല്ല. ഇന്നറിയാം. അപ്പം എൻ്റെ ക്യാമറ എല്ലാം ഷോപ്പിൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഓൺ ദ വേ നമ്മൾ പവിലയിലോട്ട് പോകുന്നു. ഇപ്പോൾ ഈഞ്ചക്കിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തല്ലോ. ഇപ്പോൾ ഈഞ്ചക്കിലാണ് സ്റ്റോർ. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നു. സാധനങ്ങളെല്ലാം മേടിച്ചു. നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തെടുത്ത കുറച്ച് ഷോർട്സാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കണം. കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. ഐറിന് 1 മണിയാവുമ്പോൾ ഇത് ഷോപ്പിലേക്ക് എത്തും. ഇപ്പോൾ ഒരു 12:30 ആവുന്നു. അപ്പോൾ എന്തായാലും ഷോപ്പിൽ പോയിട്ട് ഇനി കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ പവിലയിലെത്തി. കുറച്ച് പുതിയ സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ വേഗം അറേഞ്ച് ചെയ്യട്ടെ. ഐറിനിപ്പോൾ എത്തും എന്ന് പറഞ്ഞു. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പായൊക്കെ വിരിച്ച് ഐറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഐറിൻ കഴിച്ചിട്ടാണ് വരുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞിട്ട് എന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കുറേ നാളെ ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ വീട്ടിലുള്ള ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ചിക്കൻ ആണെങ്കിലും മീൻ കഴിക്കുന്നെങ്കിലും ഒക്കെ, ഫിഷും ചിക്കനും എല്ലാം ഞാനിപ്പോൾ എയർ ഫ്രൈ ചെയ്ത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒന്നും ഞാൻ കഴിക്കുന്നില്ല. ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഇന്ന് മാത്രം ഞാൻ മെക്ഡിന്നൊരു ബർഗർ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കിംസിലെത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗിൽറ്റി ഫീലിംഗ്. അതാണ് ഏറ്റവും തെറ്റ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഗിൽറ്റ് അടിച്ചിരിക്കുന്നതാണ് ഏറ്റവും തെറ്റ്. നമ്മുടെ ഫുഡ് വന്നിട്ട് കഴിച്ചിട്ട് ഐറിന് അപ്പോഴത്തേനും എത്തും. എന്നിട്ട് വേഗം ഐറിൻ്റെ മേക്കപ്പ്, ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്യണം. അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഐറിൻ്റെ മേക്കപ്പ് ക്യാമറയിൽ ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ക്യാമറമാനെ ഹയർ ചെയ്തിട്ട്, ക്യാമറമാനോ ക്യാമറമാനെ ഹയർ ചെയ്തിട്ട് ഞാൻ രണ്ടാമത് ഈ ഷൂട്ട് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഐറിനും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഐറിൻ കഴിച്ചിട്ട് വേഗം എത്തും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ എൻ്റെ ഐശ്വര്യയുടെ ചോക്ലേറ്റ് ഷേക്കും അല്ലേ, സ്പൂണില്ലേ, സ്ട്രോ ഇല്ലേ, ഒത്തിരി ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടില്ല എന്ന് പറയുന്ന പോലെ. കുഴപ്പമില്ല, നമുക്ക് സ്ട്രോ ഇല്ലാത്തതിൽ വിഷമിക്കണ്ട. നമുക്ക് ഫുഡ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വേഗം വരാം. ഇതാണ് നമ്മുടെ ഷേക്ക്. ഒന്ന് ചോക്ലേറ്റ് ഷേക്കും ഒന്ന് മിക്സ്ഡ് ബെറി സ്മൂത്തി. ഓക്കെ, അപ്പോൾ വേഗം കഴിച്ചിട്ട് വരാം. ഐറൻ എത്തി. ഐറൻ ഒരു ഹായ് പറയൂ. ഇപ്പോൾ ഐറൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നു. ഇനി ഐറന് ചെറിയ ലൈറ്റ് മേക്കപ്പ് ഇടാൻ പോവാണ്. അത് കഴിഞ്ഞ് ബാക്കി ഐശ്വര്യ ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാം. എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്കിൻ കെയർ, മേക്കപ്പ് എല്ലാം റെഡി. ഇരിക്കും.
ഇൻ കൊളാബറേഷൻ വിത്ത് അതാണ്. അങ്ങനെ അയറിൻ പോകുന്നു. ബൈ അയറിൻ നേരെ ക്ലിനിക്കിലേക്ക് പോവാണ്. ഇനി 8 മണി വരെ ക്ലിനിക്കാണ് അല്ലേ? ഓക്കെ, 8 മണിക്ക് ശേഷം അയറിനെ വിളിക്കാം. ബൈ, താങ്ക് യു. ഓക്കെ, അപ്പം ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പം ഐശ്വര്യമുണ്ട്. അപ്പോൾ എന്തായാലും അയറിൻ പോയി. ഞങ്ങളിത് ഇറങ്ങുന്നു. വീട്ടിൽ മോള് വെയിറ്റിംഗ് ആണ്. മോൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനും ഐശ്വര്യയും കൂടെ പോകുന്നു. നമ്മൾ നാളെ ലുലു പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മോളെയും കൊണ്ടുവന്ന്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും പേഷ്യൻസോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ സഹിച്ചതിന് താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല. ഇതൊരു വെറുതെ ഒരു കാഷ്വൽ വീഡിയോ ആണ്. അപ്പോൾ അത് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനെ ഒരു ഷൂട്ട് നടത്താനോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ചെയ്യുന്ന, ഇപ്പോൾ എന്നെ പോലെ തന്നെ ഞാനൊരു ബിഗിനർ അല്ലേ, അപ്പോൾ എന്നെ പോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.